നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ ഹിന്ദുമതം പടരുന്നതിന് എത്രയോ വർഷം മുമ്പേ ഇവിടെ ഒരു അറബിക് ട്രഡീഷൻ ഉണ്ട്. നമ്മൾ ആയുർവേദത്തിന്റെ പാരമ്പര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആയുർവേദം കൈകാര്യം ചെയ്യുന്ന അനവധി മുസ്ലിം കുടുംബങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ആയുർവേദം പ്രസന്റഡ് ആകുന്നത് പലപ്പോഴും അതൊരു ഹിന്ദു മെഡിസിൻ ആണെന്നുള്ള രീതിയിലാണ്. സംസ്കൃത പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയുമാണ് ഈ NEP ഡോക്യുമെന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗാന്ധിയുടെ പല റൈറ്റിങ്സിൽ, പർട്ടിക്കുലർലി ഹരിജനിലുള്ള റൈറ്റിങ്സിൽ നോക്കിയാൽ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ മാറ്റേണ്ടത് എന്തോ സവർണ ഔദാര്യം പോലെയാണ് ഗാന്ധി ഇതിനെ അവതരിപ്പിക്കുന്നത്. പോളോ ഫ്രയർ എന്ന് പറഞ്ഞ ഒരു അർജന്റീനിയൻ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കോളർ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ വളരെ അറിയപ്പെടുന്ന ഒരു വർക്കാണ് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന്. ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു വർക്കാണ്. ഈ എഡ്യൂക്കേഷൻ മേഖലയിലല്ല, നമുക്ക് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിലും വായിച്ച് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്ന ഒരു വർക്കാണ് ഈ പോളോ ഫ്രയറിന്റെ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഈ വർക്ക്. അതിനകത്ത് ഇദ്ദേഹം ഒപ്രസ്ഡ് എന്നുള്ള വാക്കിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയില്ലേ, മനുഷ്യരെ പോലെ പോലും കണക്കാക്കാത്ത ആൾക്കാർ, ഡീഹ്യൂമനൈസ് ചെയ്ത മനുഷ്യർ എന്ന് പറയുന്നു. ഇതിനെ പോളോ ഫ്രയർ തലകുത്തി വെച്ചിട്ട് പറയുന്നു, ഞങ്ങളല്ല മനുഷ്യരെ പോലെ അല്ലാത്തത്, നിങ്ങളാണ് ഒപ്രസർ വർഗമായിട്ടുള്ള, ചൂഷക വർഗമായിട്ടുള്ള, ഞങ്ങളെ മർദ്ദിക്കുന്നവരായിട്ടുള്ള നിങ്ങളാണ് മെഷീനുകളെ പോലെ പ്രവർത്തിക്കുന്നത്. കാരണം നിങ്ങൾക്കാണ് മനുഷ്യത്വം ഇല്ലാത്തത്. മനുഷ്യത്വം ഇല്ലാതെ മെക്കാനിക്കലായിട്ട് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റങ്ങളെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് മെഷീനുകൾ. ഞങ്ങളാണ് മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നത്. കാരണം മനുഷ്യത്വ മൂല്യമുള്ള കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്ത് മാത്രമാണ് ഞങ്ങൾ സർവൈവ് ചെയ്തത്. ഞങ്ങളുടെ എല്ലാ ബ്ലഡും സ്വെറ്റും ഞങ്ങളുടെ എല്ലാ ലേബറും എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ എല്ലാ സർപ്ലസും എടുത്തുകൊണ്ട് പോകുമ്പോഴും ഞങ്ങൾ ഈ ലോകത്ത് 3000-ൽ പരം വർഷങ്ങൾ, അതായത് നിയോളിത്തിക് റെവല്യൂഷൻ കഴിഞ്ഞുള്ള ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി സപ്പോർട്ടിലൂടെ, മനുഷ്യത്വത്തിൻ്റെ നെറ്റ്വർക്ക്സിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് ആക്ച്വലി മനുഷ്യരായിട്ട് ജീവിക്കുന്നതും നിങ്ങളാണ് മനുഷ്യരല്ലാതെ മെക്കനൈസ്ഡ് ആയിട്ട് മെഷീനുകളായിട്ട് ജീവിക്കുന്നതെന്നും പറഞ്ഞാണ് ഇദ്ദേഹത്തിന് ആദ്യത്തെ ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത്. അപ്പം ഇദ്ദേഹം മറ്റ് സോഷ്യോളജിസ്റ്റുകളെ സൈറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 4 രീതിക്കാണ് ഏതെങ്കിലും ഒരു സിവിലൈസേഷനിൻ്റെ ജ്ഞാനത്തിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്നത്. അത് കരിക്കുലം വഴിയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യ കാലഘട്ടം തൊട്ട്, മനുഷ്യൻ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന ആ കാലഘട്ടം തൊട്ട് തന്നെ അധികാരവർഗങ്ങൾ എപ്പോഴും ജ്ഞാനത്തിൻ്റെ പുറത്ത് ഗ്രാസ്പ് ചെയ്യുന്നത് വഴിയാണ് എപ്പോഴും ഈ അധീശത്വവും വിധേയത്വവും എന്നുള്ള മനോഭാവം പലപ്പോഴും അടിച്ചേൽപ്പിക്കുകയും അത് പല മുറകൾ വഴി, അത് ഇപ്പം ഗ്രാംഷിയൊക്കെ പറയുന്ന പോലെ കൾച്ചറൽ ഹെജിമോണി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഉമാ ചക്രവർത്തിയൊക്കെ പറയുന്ന പോലെ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി വഴിയായിരിക്കാം, പല ഗ്രൂപ്പുകളെ. അതിപ്പം ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യരെ നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യരെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് കൂലി ഞങ്ങൾ വളരെ കുറവേ തരികയുള്ളൂ. കാരണം എന്താ? നിങ്ങൾക്ക് കായിക ബലമുണ്ട്. നിങ്ങൾക്ക് കായിക ബലം ഉള്ളതുകൊണ്ട് ഒരു വെള്ളക്കാരനോട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ജോലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവരുടെ അത്രയും അധ്വാനം നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളക്കാരന് 10 രൂപ കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 5 രൂപ തന്നാൽ മതിയല്ലോ, കാരണം നിങ്ങൾക്ക് അത്ര അധ്വാനം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ വേതനം കുറയ്ക്കും. ഇതേ ആൾക്കാർ ചെന്ന് സ്ത്രീകളുടെ അടുത്ത് പറയും, നിങ്ങൾക്കൊരു ജോലി തന്നാൽ നിങ്ങൾക്ക് കായികശേഷി കുറവല്ലേ, അതുകൊണ്ട് ഒരാണ് ചെയ്യുന്നതിന് അത്രയും തന്നെ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ കൂലി കുറച്ചേ തരുവുള്ളൂ. അവിടെയും 10 രൂപ കൊടുക്കേണ്ട വെള്ളക്കാരന് അല്ലെങ്കിൽ ഒരു വൈറ്റ് മെയിലിന് 10 രൂപ കൊടുക്കുമ്പോൾ ഒരു വൈറ്റ് ഫീമെയിലിന്, ഒരു ബ്ലാക്ക് ഫീമെയിലിന് അത് 5 രൂപയായിട്ട് കുറയ്ക്കും. അപ്പോൾ രണ്ടും ഒരു സ്ഥലത്ത് കായികശേഷി കൂടുതലുള്ളത് കൊണ്ട് വേതനം കുറയ്ക്കും, മറ്റൊരു സ്ഥലത്ത് കായികശേഷി കുറവുള്ളത് കൊണ്ട് വേതനം കുറയ്ക്കും. 2 സ്ഥലത്തും സർപ്ലസ് വാല്യൂവിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി നോളജ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ജ്ഞാനത്തിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി ഒരു സൊസൈറ്റിയിൽ അറിവ് എന്താണ്, എന്തിനെയാണ് അറിവ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് വഴി, എന്തിനെയാണ് അറിവ് എന്ന് ലേബൽ ചെയ്യുന്നത് വഴിയാണ് പലപ്പോഴും അധികാര ശ്രേണികൾ അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നത്. 4 രീതിക്കാണ് നമ്മൾ ഈ സോഷ്യോളജിസ്റ്റുകൾ ഈ ഒരു പ്രക്രിയ നടക്കുന്നതെന്ന് പറയുന്നത്.
ഒന്ന് എപ്പിസ്റ്റമിക്കായിട്ട്, രണ്ട് ലിംഗ്വിസ്റ്റിക് ആയിട്ട്, മൂന്ന് കൾച്ചറലായിട്ട്, നാല് പെഡഗോജിക്കലായിട്ട്, 4 രീതിക്കാണ് ഈ സിവിലൈസേഷണൽ ചേഞ്ച് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആ സിവിലൈസേഷണൽ ചേഞ്ചിലോട്ട് പോകുന്ന പ്രോസസ്സുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് അധികാരം ചെലുത്തുന്നത് വഴി കരിക്കുലം, പെഡഗോജിക്കൽ, എപ്പിസ്റ്റമിക്, കൾച്ചറൽ സ്ട്രക്ചേഴ്സിനെ ഒന്നുകിൽ അവരുടെ രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലും സർവൈലൻസും ആക്കുന്നത് വഴി നിലനിൽക്കുന്ന എല്ലാ അധികാര ശ്രേണികളെയും അങ്ങനെ തന്നെ നിലനിർത്തുന്നതെന്ന് പറയും. ഇപ്പം നമ്മൾ NEPയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 4 വളരെ ഇപ്പം ഇതിനൊരു ഭയങ്കര വലിയ ഇൻസൈറ്റ് ആവശ്യമില്ലാതെ തന്നെ നമ്മൾ വെറുതെ വായിച്ചു നോക്കിയാൽ പോലും നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഫോർ ഇൻസ്റ്റൻസ്, ഇതിൻ്റെ കോർ ഐഡിയാസ് ഉള്ളത് ആദ്യത്തെ 66 പേജുകളിലാണ്. ആദ്യത്തെ ഒരു 12, ഇപ്പം ഞാൻ അതിനൊരു ഹെർമന്യൂട്ടിക്കലായിട്ട്, അതായത് ഹെർമന്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ തന്നെ ലോജിക്കിൽ ആ ടെക്സ്റ്റിനെ ഒന്ന് വായിച്ച് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ലോജിക്കിൽ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 12 പേജുകളിൽ നമുക്ക് പല സംസ്കൃത പദങ്ങളും കാണാൻ പറ്റും. ജ്ഞാൻ, പ്രജ്ഞാൻ, ധർമ്മ എന്നുള്ള വാക്കുകളൊക്കെ കാണാൻ പറ്റും. ഇനി പോട്ടെ, അതിങ്ങനെ എല്ലാ ഭാഷകളിലും ഉണ്ട്. എല്ലാ ഭാഷകളിലും എങ്ങനെയാണ് ഈ സംസ്കൃത പദങ്ങൾ കയറി വന്നതെന്നും ഇവയെല്ലാം സംസ്കൃത പദങ്ങളായിരുന്നോ അതോ പാലിയിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് കടമെടുത്ത ഐഡിയാസും പദങ്ങളായിരുന്നോ എന്നുള്ള ലാർജർ ഡിബേറ്റിലേക്ക് എൻ്റർ ചെയ്യാതെ തന്നെ നമ്മൾ പറയുകയാണ്, ഓക്കെ, ഇനി ഓൾമോസ്റ്റ് എല്ലാ സംസ്കൃതീകരിക്കപ്പെട്ട ഭാഷയിൽ ഇതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനകത്ത് വന്നതെന്ന് നോക്കാം. പക്ഷേ ഈ ആദ്യത്തെ 12 പേജുകളിലും വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ റൂട്ടുകളിലേക്ക് മടങ്ങിപ്പോകണം, നമുക്കൊരു ഇന്ത്യൻ ഫോം ഓഫ് എഡ്യൂക്കേഷനിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ തന്നെ പറയും നമുക്കൊരു സാംസ്കൃതികമായിട്ടുള്ള നോളജ് പാറ്റേണിലേക്ക് മടങ്ങിപ്പോകണമെന്ന്. ഇത് 12-15 പേജുകൾ കഴിയുമ്പോൾ പിന്നെ ഈ ഇന്ത്യനും സാൻസ്ക്രിറ്റിക് രണ്ടല്ലാതെ ഒന്നായി മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ ഇസിക്കൽ ടു സാൻസ്ക്രിറ്റിക് എന്നുള്ള ഒരു ഐഡിയ വീണ്ടും വീണ്ടും പറയുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് വലിയ ലിസ്റ്റ് ഓഫ് നോളജ് ട്രഡീഷൻസ് തരും. അപ്പോൾ ആ നോളജ് ട്രഡീഷൻസിൽ അവർ നാഗാർജുനയുടെ നോളജ് ട്രഡീഷൻ പറയും. പക്ഷെ നാഗാർജുന ഒരിക്കലും ഒരു ബൗദ്ധ സന്യാസിയായിട്ടല്ല അവതരിപ്പിക്കുന്നത്. അശ്വഘോഷനെ പറയും. പിന്നെ ബാക്കി എല്ലാം തന്നെ പറയുന്നത് മാധവനെ, രാമാനുജാചാര്യയും ആദിശങ്കരനെയും ഒക്കെ തന്നെ. ഈ നോളജ് ട്രഡീഷൻ എല്ലാം തന്നെ നമ്മൾ തപ്പി നോക്കിയാലും അവിടെ ഒരു ഇൻഡോ പേർഷ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അറബിക് ആയിട്ടുള്ള ഒരു നോളജ് ട്രഡീഷൻ്റെ യാതൊരുവിധ റെപ്രസെൻറ്റേഷനും നമ്മൾ കാണുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ ഹിന്ദുമതം പടരുന്നതിന് എത്രയോ വർഷം മുമ്പേ ഇവിടെ ഒരു അറബിക് ട്രഡീഷൻ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ തെരസപ്പള്ളി കോപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞ 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടിൽ കിട്ടുന്ന ഒരു ചെപ്പേടിനകത്ത് നമുക്ക് ഖുഫിക്കായിട്ടുള്ള ലിഖിതങ്ങളുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ആ സമയത്ത് തൊട്ട് കേരളത്തിൽ നമുക്ക് അറബി മനുഷ്യരുടെ പ്രസൻസ് കാണാൻ പറ്റും. ഇത് വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു ജ്ഞാനശാഖയാണിവിടെ. ഇവിടെ നമുക്കറിയാം, ഇപ്പം നമ്മൾ ആയുർവേദത്തിൻ്റെ പാരമ്പര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ ആയുർവേദത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു വലിയ ലീനേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആയുർവേദം കൈകാര്യം ചെയ്യുന്ന അനവധി മുസ്ലിം കുടുംബങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ടിബ് മെഡിസിനുമായിട്ട് ചേർത്ത് വെച്ച് ഇസ്ലാമിക് വേസ് ഓഫ് ഹീലിംഗ് പറയുന്ന അനവധി ഫാമിലീസിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആയുർവേദം പ്രസൻറ്റഡ് ആകുന്നത് പലപ്പോഴും അതൊരു ഹിന്ദു മെഡിസിൻ ആണെന്നുള്ള രീതിയിലാണ്. ഇനി ആയുർവേദത്തിൻ്റെ വേരുകൾ തപ്പി നമ്മൾ പോവുകയാണെങ്കിൽ കെനത്ത് സിസ്ക് പോലുള്ളവർ വാദിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുന്ന ഒരു ബൗദ്ധ പാരമ്പര്യത്തിലും ഒരു ജൈന പാരമ്പര്യത്തിലുമാണ് എന്നുള്ളത്. കാരണം നമ്മൾ പർട്ടിക്കുലർലി ബൗദ്ധ വിഹാരങ്ങളിൽ നോക്കുകയാണെങ്കിൽ അനന്തൻ പറയുന്ന ഒരു ലോങ് മാനുസ്ക്രിപ്റ്റിൽ അനന്തൻ പറയുന്നുണ്ട്, റെയിനി സീസണിൽ ഈ ബൗദ്ധ ഭിക്ഷുക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹെർബുകൾ, അതായത് പല സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ, പച്ചില മരുന്നുകൾ ശേഖരിച്ച് വെച്ച് അതിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ തയ്യാറാക്കേണ്ടതാണ് ഒരു ബൗദ്ധ ഭിക്ഷുക്കൾക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ദി ആർക്കിയോളജി ഓഫ് ബുദ്ധിസം എന്ന് പറഞ്ഞ തൊട്ട്ലക്കോണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒറീസയിലുള്ള സ്ഥലത്ത് ആർക്കിയോളജി നടത്തിയപ്പോൾ അവിടെ എക്സ്കവേഷൻ അവിടെ നടത്തിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് വിഹാരങ്ങളിൽ നിന്ന് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഹൗ ഈസ് ദിസ് പ്രസന്റഡ്? ദിസ് ഈസ് പ്രസന്റഡ് ആസ് എ സാൻസ്ക്രിറ്റിക് സ്കൂൾ ഓഫ് മെഡിസിൻ. This is presented and that Sanskritic school of medicine is then argued to be an Indian school of medicine. അപ്പം ഇവിടെ നിന്ന് നമുക്ക് നഷ്ടമായി പോകുന്നത് നമുക്ക് ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള, ഇസ്ലാമിക് പാരമ്പര്യത്തിലുള്ള, ജൈന പാരമ്പര്യത്തിലുള്ള, പാർസി പാരമ്പര്യത്തിലുള്ള
knowledge production traditions ഉണ്ട് which will not find representation in the NEP document. ഇത് നമ്മൾ അതിനകത്ത് എത്ര ആഴത്തിൽ നിങ്ങളിത് വായിച്ചാലും എത്ര ലെയറുകളായിട്ട് നിങ്ങൾ വായിച്ചാലും യു വിൽ നോട്ട് ഫൈൻഡ് ദിസ്. ആൻഡ് ഇതൊരു വലിയ എപ്പിസ്റ്റമിക് ആയിട്ടുള്ള ഒരു വെട്ടാണ്. അതായത് നമ്മൾ ജ്ഞാനോൽപാദനത്തിൽ നിന്ന് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് NEPയുടെ ഡോക്യുമെൻ്റ്, അതായത് പോളിസി ഡോക്യുമെൻ്റ് തുടങ്ങുന്നത് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഇർഫാൻ ഹബീബിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞ വർക്ക് നോക്കുകയാണെങ്കിൽ അരഘട്ട ഉൾപ്പെടെ പേർഷ്യൻ വീൽ ഉൾപ്പെടെയുള്ള സയൻറ്റിഫിക് ഇന്നോവേഷൻസ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇവിടെ കൊണ്ടുവന്നതിൽ അന്ന് ഹുമയൂൺ തൊട്ട് അക്ബർ വരെ ഉള്ളവരുടെ മുകൾ കോട്ടിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക് ആൻഡ് നോൺ ഇസ്ലാമിക് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്ലൂറൽ ട്രഡീഷനാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ ഈ പ്ലൂറൽ ട്രഡീഷനെ കുറിച്ച് പറയുകയില്ല. സംസ്കൃത പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയും പറഞ്ഞു വെക്കുകയുമാണ് ഈ NEP ഡോക്യുമെന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ എപ്പിസ്റ്റമിക് ആയിട്ടുള്ള ഈ വെട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നതാണ് നമ്മൾ ഓർക്കണം. ഇപ്പോൾ 5+3+3+4 സ്കീമിലാണ് ഈ NEP സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച ഗീതാനന്ദൻ സാറും ജോഷി സാറും എല്ലാം പറഞ്ഞതുപോലെ തന്നെ എക്സിറ്റ് സ്ട്രാറ്റജികൾ ഏറ്റവും ഈസി ആക്കി കൊടുക്കുക. ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇതുപോലെ പോവർട്ടി ലൈൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കണക്ക്, ഇന്ത്യയിൽ ഇത്രയും ആൾക്കാർ പുവറാണ് എന്ന് പറയുന്നത് വലിയ മാനക്കേട് പോലെ തോന്നിയിട്ട് പോവർട്ടി ലൈൻ കുറെ കൂടെ താഴ്ത്തി വെച്ചതുപോലെ ഉള്ളൊരു സംഭവമാണ്. അതായത് മിനിമം വേജ് താഴ്ത്തി എല്ലാവർക്കും മിനിമം വേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് പോലെ പോവർട്ടി ലൈൻ താഴ്ത്തി വെച്ചിട്ട് കുറേ പേര് ഇപ്പോൾ പുവറിൽ നിന്ന് മാറി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഡ്രോപ്പ് ഔട്ടുകളെ. ഇതിനെ ഡ്രോപ്പ് ഔട്ട് എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ്. ഡ്രോപ്പ് ഔട്ട് അല്ല സംഭവിക്കുന്നത്, പുഷിങ് ഔട്ടാണ്. ഇപ്പം ഇന്ത്യയുടെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എടുത്ത് നോക്കിയാൽ നിങ്ങൾ MHRDയുടെ സൈറ്റിൽ പോയി നോക്കിയാൽ 2016 വരെയുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടും. 2016 വരെയുള്ള ഡോക്യുമെന്റ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 40-80% കഴിഞ്ഞ 20 വർഷം SC/ST എൻറോൾമെന്റ് റേഷ്യോയിലുള്ള വർധനവ് ത്രൂ ഔട്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഇതൊരു അഭൂതപൂർവമായിട്ടുള്ള ഒരു വലിയ ലീപ്പാണ്. ഇപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നതിൽ ശേഷമാണ് ഇത് വരുന്നത്. പക്ഷെ ഇത് നിരന്തരമായിട്ടുള്ള ദളിത് ബഹുജൻ സംഘടനകളുടെയും ദളിത് ബഹുജൻ മനുഷ്യരുടെയും എഫേർട്ടിൻ്റെ റിസൾട്ടായിട്ടാണ് ഇത്രയധികം കുട്ടികൾ എൻറോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ജനസംഖ്യയിൽ 1000 മനുഷ്യർ 1000 കുട്ടികൾ ഒരു സ്കൂളിൽ ചേരുന്നതിൻ്റെ ഓരോ കാറ്റഗറി വൈസ് പോപ്പുലേഷനെയാണ് നമ്മൾ ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ വർധന പർട്ടിക്കുലർലി SC/ST കുട്ടികളിൽ വരികയാണ്. വിച്ച് മീൻസ് ദാറ്റ് ദളിത് ബഹുജൻ ഗോത്ര കുട്ടികൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാരൻസിന് അവരെ സ്കൂളിൽ ചേർക്കാനുള്ള വലിയ ആഗ്രഹമാണ് ഈ 40-80% സ്പൈക്ക് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ 4ാം ക്ലാസ് 5ാം ക്ലാസ് ആയി കഴിയുമ്പോൾ ഒരു വലിയ ഡ്രോപ്പ് ഔട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് 2016 സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ SC കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഏകദേശം 7.7 8%-ത്തിനടുത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ ST കുട്ടികളുടേത് ഏകദേശം 18%. ഓൾ ഇന്ത്യ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയാണ്, അതായത് ഏകദേശം 8ാം ക്ലാസ്സിന് മുമ്പേ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ആയിട്ട് നമ്മൾ കാണുന്നത്. 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 12ാം ക്ലാസ് വരെ ഈ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ പുഷ് ഔട്ട് റേഷ്യോ വളരെ കുറവാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് 8ാം ക്ലാസ് വരെ ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോത്രവർഗത്തിൽ നിന്നോ അല്ലെങ്കിൽ SC/STയിൽ നിന്നോ ഒരു കുട്ടി, ദളിത് വിഭാഗങ്ങളിൽ നിന്നോ ഒരു കുട്ടി 8ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ 3%-4%ആയിട്ട് താഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ സിസ്റ്റത്തിൽ അത്രയും നാൾ പിടിച്ചു നിന്ന ഒരു കുട്ടി പിന്നെയും പിടിച്ചു നിൽക്കും. പക്ഷേ ഈ സിസ്റ്റം എപ്പോഴും ഈ കുട്ടിക്കെതിരെ നിരന്തരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ പറയും ഈ റിസർവേഷൻ എന്നുള്ളത് തന്നെ സോ കോൾഡ് ജനറൽ കാറ്റഗറി ആയിട്ടുള്ള മനുഷ്യർക്ക്, ആക്ച്വലി അതിനെ ജനറൽ കാറ്റഗറി എന്നല്ല വിളിക്കേണ്ടത്, നമ്മളാണ് ജനറൽ കാറ്റഗറി, നമ്മളാണ് കൂടുതൽ മനുഷ്യർ ഇന്ത്യയിലുള്ളത്. പക്ഷെ അതിനെ സതീഷ് ദേശ്പാണ്ഡെ പറയുന്നുണ്ട്, ദർ ഇസ് നത്തിങ് ജനറൽ അബൌട്ട് ദ ജനറൽ കാറ്റഗറി എന്നുള്ളത്. സതീഷ് ദേശ്പാണ്ഡെയുടെ ആർട്ടിക്കിളിൽ തന്നെ സതീഷ് ദേശ്പാണ്ഡെ പറയുന്നുണ്ട് റിസർവ്ഡ് ആൻഡ് അൺറിസർവ്ഡ് എന്നാണ് പലപ്പോഴും പറയുന്നത്. ശരിക്കും റിസർവ്ഡ് ആൻഡ് ഓപ്പൺ
എന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ ഓപ്പൺ എന്ന് പോലും പലപ്പോഴും നമ്മുടെ വൊക്കാബുലറിയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്തോ ഒരു ഫേവർ തരുന്നത് പോലെയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു എന്താണ് റൂട്ട് ട്രേസ് ചെയ്ത് പോവുകയാണെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് സമയം കഴിഞ്ഞിട്ട് ഗാന്ധി ആൻറ്റി അൺടച്ചബിലിറ്റി ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് ഗാന്ധി സവർണ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സാണ് മാറേണ്ടത്, നിങ്ങളുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി പ്രോബ്ലം മാറുമെന്നുള്ളത്. അപ്പോൾ ഗാന്ധിയുടെ പല റൈറ്റിങ്സിൽ, പർട്ടിക്കുലർലി ഹരിജനിലുള്ള റൈറ്റിങ്സിൽ നോക്കിയാൽ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ മാറ്റേണ്ടത് എന്തോ സവർണ ഔദാര്യം പോലെയാണ് ഗാന്ധി ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് സവർണ മനുഷ്യരിതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുന്നത് ഞങ്ങളുടെ എന്തോ ഔദാര്യമാണെന്ന്. ഞാൻ ഡൽഹിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളോട് റിസർവേഷൻ്റെ കാര്യം സംസാരിച്ച് കഴിയുമ്പോൾ ഈ പല കുട്ടികളും ആ സമയത്താണ് ദളിത് കുട്ടികൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തൊക്കെ നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം അതുവരെ പോലും അവരുടെ സ്വത്വം വെളിയിൽ പറഞ്ഞ് നിൽക്കാനുള്ള ധൈര്യം പോലും ഈ കുട്ടികൾക്കില്ല. അത്രയ്ക്ക് ഡിസ്ക്രിമിനേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് പലവരും അവരുടെ സ്വന്തം ദളിത് സ്വത്വം മറച്ചു ജീവിക്കുന്ന കുട്ടികളാണ്. അത് കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ഇവർക്ക് സപ്പോർട്ടിങ് ആയിട്ട് കുറച്ച് മനുഷ്യരെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലായി കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോളേജുകളും സ്കൂളുകളിലൊക്കെ റിസർവേഷൻ ഡിബേറ്റുകൾ വെക്കേണ്ട വലിയ ആവശ്യമുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ വളരെ പേടിയാണ് റിസർവേഷനെ കുറിച്ച് സംസാരിക്കാനും റിസർവേഷൻ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനും. എന്നാൽ റിസർവേഷൻ ഒരു ചാപ്റ്ററായിട്ട് തന്നെ പഠിപ്പിക്കുകയും റിസർവേഷൻ എന്നാൽ സോഷ്യൽ ജസ്റ്റിസ് ആണ് എന്ന് നമ്മുടെ കരിക്കുലത്തിൽ പഠിപ്പിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കോളേജുകളിലും സംസാരിക്കാത്തത് കൊണ്ടാണ് ഇന്നും കോളേജുകളിലും സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പലവരും ആൻറ്റി റിസർവേഷൻ ആയിട്ടുള്ള ഡയലോഗുകളിൽ ഏർപ്പെടുന്നത്. എന്തിനാ നമ്മുടെ മനുഷ്യർ പോലും, ദളിത് ബഹുജൻ മനുഷ്യർ പോലും അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിബേറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് കുട്ടികൾ ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് പറയും, നമ്മുടെ നെല്ലിമരം പുല്ലാണ് എഴുതിയ രജനി പാലപ്പറമ്പിലെ വർക്കിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗവൺമെൻറ് തരുന്ന ഒരു റൈറ്റാണ് ഹോസ്റ്റൽ റൂമുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ റൂമുകളാണ് പലപ്പോഴും, അതായത് ഏറ്റവും ബാഡ് ഫർണിച്ചറുള്ള അല്ലെങ്കിൽ ടോയ്ലറ്റുകളുടെ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഏറ്റവും അടുത്തുള്ള റൂമുകളാണ് പലപ്പോഴും ദളിത് ബഹുജൻ കുട്ടികൾക്ക്, പർട്ടിക്കുലർലി SC/ST കുട്ടികൾക്ക് നൽകപ്പെടുന്നത്. ഇവിടെ ജീവിച്ചുകൊണ്ടാണ് ഇവർ പഠിക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് നടക്കുന്നതല്ല, കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല, ഉത്തർപ്രദേശ് മാത്രം നടക്കുന്നതല്ല, ത്രൂ ഔട്ട് ഇന്ത്യ നടക്കുന്ന ഒരു ഫിനോമിനനാണ്. കാരണം ഈ ഹോസ്റ്റൽ വാർഡനുകളുടെ വിചാരം ഈ കുട്ടികൾ ഫ്രീ ആയിട്ട് പഠിക്കുന്നതാണ് എന്നാണ്. അപ്പം ബസ്സിൽ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാത്തത് പോലെയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ദളിത് ബഹുജൻ കുട്ടികൾക്ക് ഹോസ്റ്റൽ വാർഡന്മാർ റൂം കൊടുക്കാൻ അവർക്ക് ഒന്നാമത് താല്പര്യമില്ല. അപ്പോൾ തരുന്ന റൂമുകൾ ഏറ്റവും പോർ റൂമുകൾ തരും. അപ്പോൾ ഈ കുട്ടികൾ ആ സമയത്താണ് ടീച്ചേഴ്സിനോട് ഇത് വന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാർഡന്മാരോടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളോടോ സംസാരിക്കാൻ, മെസ് കമ്മിറ്റിയിലൊക്കെ ബാക്കിയുള്ള കുട്ടികളായിരിക്കും, ഈ ബാക്കിയുള്ള കുട്ടികളോടോ സംസാരിക്കാൻ പോകുമ്പോൾ അവർ പറയുന്ന അതിന് ഞങ്ങൾ ഈ കുട്ടികൾക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ലല്ലോ, ഇതുവരെ ഞങ്ങൾ ഏതെങ്കിലും രീതിക്ക് കുട്ടികളോട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അതായത് ഞങ്ങൾ ഇതുവരെ ആരെയും റേപ്പ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും ഇതുവരെ മർഡർ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഡീസൻറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്ന് പറയുന്നത് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കാതെ ഇരുന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. എന്നാൽ ഇത് റിസർവേഷൻ എന്നുള്ളൊരു ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് എന്നുള്ള മനസ്സിലാക്കൽ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ യൂണിവേഴ്സിറ്റീസിലുള്ള ടീച്ചേഴ്സിനോ കുട്ടികൾക്കോ ഇല്ലാതായി പോകുന്നത് ഏറ്റവും കഷ്ടമാണ്. ഇത് നമ്മുടെ കരിക്കുലത്തിൽ സോഷ്യൽ ജസ്റ്റിസ് മൂല്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ഓൾറെഡി നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതിന് മുമ്പേയുള്ള നമ്മുടെ കരിക്കുലത്തിൽ പോലും ഇതില്ല. It is not as if we had a very good system and the NEP then came and destroyed all our structures, destroyed all our systems, made everything back. NEPക്ക് മുമ്പുള്ളത് കണക്ക് തന്നെയായിരുന്നു. അതിനകത്തും സോഷ്യൽ ജസ്റ്റിസ് വാല്യൂസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ പോലും ഞാൻ പഠിച്ച കരിക്കുലത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. എന്തിന് അംബേദ്കറിൻ്റെ ഒരു എക്സെപ്റ്റ് പോലും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഹിസ്റ്ററിയാണ് വിഷയമെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഏതെങ്കിലും ഒരു അറ്റവും മൂലയ്ക്ക് ഒറ്റ പാരഗ്രാഫ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ റിഫോമർ, ഒരു ദളിത് റിഫോർമർ എന്നുള്ള രീതിയിൽ മാത്രമാണ് അംബേദ്കറിനെ അവതരിപ്പിക്കപ്പെടുന്നത് പോലും. ലോയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും അംബേദ്കറിന് സ്ഥാനമില്ലാത്ത ഒരു ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേടാണ്
നമ്മൾ ഇവിടുത്തെ ഉള്ള ഹിസ്റ്ററി സ്റ്റുഡൻസിനെ, ലോ സ്റ്റുഡൻസിനെ നമ്മൾ ആലോചിക്കണം. സോ ഫോർ എവർ സിൻസ് കൊളോണിയൽ സമയം തൊട്ട് മാത്രമല്ല, നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ പോലും നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ദളിത് പ്രാതിനിധ്യമുണ്ടോ, അതിനകത്ത് ഗോത്രവർഗ പ്രാതിനിധ്യമുണ്ടോ, അതിൽ സ്ത്രീ പ്രാതിനിധ്യമുണ്ടോ, അതിൽ മൈനോറിറ്റി പ്രാതിനിധ്യമുണ്ടോ എന്ന് ചോദിക്കാത്തതാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ക്ലാസിക് കഥകളെല്ലാം MT എഴുതിയ കഥകളായി പോകുന്നത്. നിങ്ങൾ ശരൺകുമാർ ലിംബാലെ പോലെ അല്ലെങ്കിൽ മീനാകന്ദസ്വാമിയുടെ വർക്ക് പോലെ, ഭാമയുടെ കരിക്ക് പോലെ ഇതൊക്കെ നമുക്ക് അറിയാത്തത് എന്തുകൊണ്ടാണ്? യു ഗോ ആൻഡ് ആസ്ക് എ ദളിത് സ്റ്റുഡൻറ് ഹൂ ഈസ് ലേണിംഗ് ലൈക്ക് BA ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു ദളിത് സ്റ്റുഡൻ്റെ അടുത്ത് നിങ്ങൾ പോയി ചോദിക്കുക. ആ കുട്ടിയും പറയുന്ന ക്ലാസിക് ഷേക്സ്പിയറിനെ ആയിരിക്കും, ആ കുട്ടിയും പറയുന്ന ക്ലാസിക് പ്രേംചന്ദ് ആയിരിക്കും, ആ കുട്ടിക്ക് ആകെ വായിച്ചിട്ടുള്ള ഒരു ദളിത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജൂട്ടാനായിരിക്കും. അല്ലെങ്കിൽ കൂടിപ്പോയ കേരളത്തിൽ ഒരു കുട്ടിയോട് ചോദിച്ചാൽ ആയിരസിംഹാസനമൊക്കെ, അതിനകത്തുള്ള വയലൻസ് നമുക്ക്. സോ എപ്പോഴും സിമോൺ ഡി ബുവാർ സ്ത്രീകളുടെ സെൽഫ് ഇമേജിനെ കുറിച്ച് അല്ലെങ്കിൽ സെൽഫിൻ്റെ കൺസ്ട്രക്ഷനെ, സ്വത്വ നിർമ്മാണത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫാണ് സ്ത്രീകൾക്കുള്ളത്. അതായത് സ്ത്രീക്ക് ഒരിക്കലും ഫുൾ പൊട്ടൻഷ്യൽ, സ്ത്രീയുടെ പവറോ പൊട്ടൻഷ്യലോ റിയലൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഈ സോഷ്യൽ കണ്ടീഷനിങ് കൊടുക്കുന്നില്ല. നിരന്തരമായിട്ട് പുരുഷന്റെ അപരമായിട്ട്, അതറായിട്ട് വളർത്തപ്പെടുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും എപ്പോഴും എന്താണ് ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ പുരുഷൻ, സബ്മിസീവ് എന്ന് പറഞ്ഞാൽ സ്ത്രീ, മസ്കുലർ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പുരുഷൻ, ബ്യൂട്ടിഫുൾ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ. ഇങ്ങനെ നിരന്തര ദ്വന്ദ്വ ബൈനറീസിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്തോ അതിൻ്റെ അപരമായിട്ട് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു സ്വത്വമുള്ള മനുഷ്യരാണ് സ്ത്രീകളെന്ന് സിമോൺ ഡി ബുവാർ പറയുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ ഇതേ അപരം നമുക്ക് ദളിത് മനുഷ്യരിലും ബഹുജൻ മനുഷ്യരിലും മൈനോറിറ്റിയിലും കാണാം. ഡോമിനൻ്റ് ആയിട്ട് മൊണോലിത്തിക് ആയിട്ട് നിൽക്കുന്ന, സംസ്കൃത പാരമ്പര്യത്തിന് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന പല പല സെൽഫുകളെ സ്കാറ്റേർഡ്, ഇപ്പം അംബേദ്കറിൻ്റെ ഒരു വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ ബ്രോക്കൻ ആയിട്ടുള്ള മനുഷ്യരുടെ സെൽഫുകളെ നമുക്ക് കാണാൻ പറ്റും. ആ സെൽഫ് ആക്ച്വലി സംസ്കൃത നിർമ്മിതിയിലൂടെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തെടുത്തൊരു സെൽഫാണ്. ആ സെൽഫിൽ നിന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു സെൽഫ് ഉണ്ട് എന്നും അതിന് ഇമ്മെൻസ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയും ഈ സാൻസ്ക്രിറ്റിക് ബ്രാഹ്മണിക്കായിട്ടുള്ള വേൾഡ് വ്യൂയിൽ നിന്ന് നമ്മളെ തന്നെ നമ്മൾ പറിച്ചു നടുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ആക്ച്വൽ പൊട്ടൻഷ്യാലിറ്റി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പക്ഷെ നിരന്തരമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ സ്റ്റേറ്റും whichever government has ruled over us has constantly tried to trap us using the curriculum back into a Sanskritic mold. ഇത് തന്നെയാണ് നമ്മൾ NEP-യിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് അതായത് NEP-യുടെ ഓരോ ചാപ്റ്റർ, നിങ്ങൾ നോളജ് പ്രൊഡക്ഷനെ കുറിച്ച് ഒരു ചാപ്റ്റർ നോക്കുക, വൊക്കേഷണലൈസേഷനെ കുറിച്ച്. ഇതിൽ ഏറ്റവും വലിയ അപകടമൊക്കെ കിടക്കുന്നത് പലപ്പോഴും ഇവർ വളരെ വെസ്റ്റേൺ ആയിട്ടുള്ള ബസ് വേർഡ്സും ജാർഗണും യൂസ് ചെയ്ത് ജാതി പറയും. നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ജാതിയാണെന്ന് പോലും മനസ്സിലാക്കില്ല. അങ്ങനെ ഒരു വാക്കാണ് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് നിങ്ങൾ എംഫസിസ് കൊടുക്കണം. കുട്ടികൾക്ക് അവരുടേതായ അഭിരുചികൾ അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുകയും അതിനനുസരിച്ചുള്ള വൊക്കേഷനുകൾ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം, അതിനെ വിളിക്കുന്നത് ഫ്രീഡം എന്നാണെന്നുള്ള ഐറണി നമ്മൾ മനസ്സിലാക്കണം. ഫ്രീഡം കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ വൊക്കേഷണലൈസേഷൻ കുട്ടികൾക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന അഭിരുചിക്ക് അനുസരിച്ചുള്ള ജോലി ഏതാണ്? ഇത് വളരെ കൃത്യമായിട്ട് കാസ്റ്റാണ് ഇവർ പറയുന്നത്. നിങ്ങൾ പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ശ്രേണിയാണ് കാസ്റ്റ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അംബേദ്കർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അംബേദ്കർ സേസ് ദാറ്റ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ റിച്വാലിറ്റി, ബട്ട് if you look at caste now, it is a combination of both ritual and profession. Now if you are saying ആ കുട്ടിയുടെ പാരമ്പര്യമായിട്ടുള്ള വൊക്കേഷൻ തന്നെയാണ് ആ കുട്ടി ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഏത് കാസ്റ്റിലാണോ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആ കാസ്റ്റിന്റെ തൊഴിലാണ് ആ കുട്ടി ഫോളോ ചെയ്യേണ്ടതെന്നാണ്. അതിന് അനുസരിച്ചുള്ള സ്കീമുകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വിശ്വകർമ്മ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം എൻ്റെ മകൾക്ക് ഇപ്പോൾ പഠിക്കണം, എൻ്റെ മകൾക്ക് ഇപ്പോൾ ഒരു മൂശാരി ആകണം, എൻ്റെ മകൻ ഇപ്പോൾ ഒരു ആശാരി ആകണം എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ആ ഡോറും ഓപ്പൺ ആകണം. നമ്മൾ ആലോചിച്ച് നോക്കണം, ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇന്നും ഇല്ലാത്തൊരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്.
ഒരു ഡോക്ടറിന് കൊടുക്കുന്നത് വിലയല്ല നമ്മൾ കുംഹാരന് കൊടുക്കുന്നത്. ശരിക്കും ഇവർക്കെല്ലാം ഒരേ വിലയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു സംഘ പാരമ്പര്യമുള്ള ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. വേർ ഇഫ് യു ലുക്ക് അറ്റ് സംഘം ഹിസ്റ്ററി, നിങ്ങൾ പുലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പുലയനും ഉപ്പ് കൊണ്ടുപോകുന്ന ഉമ്മണ്ണനും മീനവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള മീനവരും ഒരേ ഡിഗ്നിറ്റി കൊടുത്തിരുന്ന ഒരു സംഘപാരമ്പര്യം ഉണ്ടായിരുന്നു ഇവിടെ 7-ാം നൂറ്റാണ്ട് വരെ. ഇപ്പം വളരെ റീസെൻ്റ്ലി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ചരിത്രകാരൻ പറയുകയുണ്ടായി, കേരളം മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതല്ല, പക്ഷെ പരശുരാമൻ ഇവിടെ ബ്രാഹ്മണന്മാരെ മറ്റു ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു ഇവിടെ പാർപ്പിക്കുകയും അങ്ങനെ പല പല ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാകുകയും അതിൽ നിന്ന് അമ്പലങ്ങൾ ഉണ്ടാകുകയും ഒരു അമ്പലവാസി കമ്മ്യൂണിറ്റി ഉണ്ടാകുകയും ഒക്കെ ചെയ്തെന്ന് വളരെ റീസെൻ്റ്ലി എനിക്കൊന്ന് 10-15 ദിവസം തികഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഹിസ്റ്റോറിയൻ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ ഒരു കഥ വരുന്നത് തന്നെ കേരളോൽപ്പത്തിയിലാണ്. കേരളോൽപ്പത്തി എഴുതപ്പെടുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. അതിനു മുമ്പേ തന്നെ നമുക്ക് ഒരുപാട് ഒറിജിൻ മിത്തുകളുണ്ട്. ആ ഒറിജിൻ മിത്തുകളെ എല്ലാം വെട്ടിക്കൊണ്ട് പരശുരാമനിലേക്ക് മാത്രം ഫോക്കസ് തിരിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ്. 1. 2, ഇദ്ദേഹം പോലും സമ്മതിക്കുന്ന ഒരു കാര്യം, ഈ പ്രബലമായിട്ടുള്ള ചരിത്രകാരൻ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം, ആദ്യം പരശുരാമൻ ഇവിടെ ബ്രാഹ്മണനെ കൊണ്ടുവന്നപ്പോൾ നാഗങ്ങളുടെ ശല്യം കാരണം ഇവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. നൗ യു ക്യാൻ റീഡ് നാഗാസ് as ലിറ്ററൽ നാഗാസ്. ഇവിടെ സർപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയി എന്നല്ല അത് വായിക്കേണ്ടത്. ഇവിടെ തദ്ദേശീയമായിട്ടൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു. ആ ജനവിഭാഗത്തിനെയാണ് മെറ്റഫറിക്കലി നാഗം എന്ന് വിളിക്കുന്നത്. ആ ജനവിഭാഗങ്ങൾ ഇവർ തിരിച്ചു തുരത്തി ഓടിച്ചതിനെയാണ് കേരളോൽപ്പത്തി എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നാഗങ്ങളുടെ ശല്യം കാരണം തിരിച്ചുപോയി എന്ന് പറയുന്നത്. അംബേദ്കർ വളരെ കൃത്യമായിട്ട് സൗത്ത് ഇന്ത്യയിലെ നാഗ പ്രസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇവിടെ ലിറ്ററൽ പാമ്പുകൾ എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ പ്രബലമായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നെന്നും ആ കമ്മ്യൂണിറ്റിക്ക് ഒരു ബൗദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്നെന്നും അംബേദ്കർ എത്രയോ വർഷങ്ങൾ മുമ്പ് അംബേദ്കറുടെ 1920s to 40s വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. Nobody will go and look for this history unless we do that. ഈ ഹിസ്റ്ററി ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഹിസ്റ്ററിയിൽ വരാത്തതിൻ്റെ പിന്നിൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു കോംപ്ലക്സിറ്റി, എപ്പിസ്റ്റമിക് ആയിട്ടുള്ള വെട്ടലുകൾ നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ പെഡഗോജിക്കലായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള റിമൂവലും ഇൻവിസിബിലൈസേഷനും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഗോപാൽ ഗുരു പറയുന്നുണ്ട്, പലപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള ദളിത് സ്കോളേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പറയൂ. വാട്ട് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഡിഡ് യു ഗോ ത്രൂ? നിങ്ങൾ എവിടെയൊക്കെ വളരെ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്? ഇപ്പം നിങ്ങൾ പല ടെക്സ്റ്റുകളും നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ജേർണൽസിലും ഒക്കെ ഈ ഒരു കഥകൾ കാണാൻ പറ്റും. ഇത്രയും ദളിതന്മാരെ കൊന്നു കളഞ്ഞു, ഇത്രയും ദളിതന്മാരെ മുതലക്കിട്ട് കൊടുത്തു, ഇത്രയും ബഹുജൻ മനുഷ്യരെ ഈയൊക്കെ രീതിയിൽ ദ്രോഹിച്ചു എന്ന് പറയുന്നത്. പക്ഷെ എവിടെയെങ്കിലും ദളിതൻ ഇത്രയധികം ജ്ഞാനോൽപാദനം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു നാരറ്റീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ? That this was a community which engaged in knowledge production. That this was a community which asserted themselves. നിങ്ങൾ ഓറൽ ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ ഇതിനുള്ള എവിഡൻസ് കിട്ടും. നിങ്ങൾ സംഘകാല കൃതികളിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ ഇതിനുള്ള എവിഡൻസ് കിട്ടും. അപ്പം നിങ്ങൾ ജ്ഞാനോൽപാദനം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പം ഞാനിവിടെ എന്നിട്ട് പറയാണ്, ന ചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം ന രാജകാര്യം യേ കൃതേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനപ്രധാനം എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന ചേച്ചിമാർ പോലും എന്നെ നോക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. വാട്ട് ഡസ് ദിസ് ആക്ച്വലി മീൻ? വൈ ഷുഡ് യു ഗീവ് സോ മച്ച് എംഫസിസ് ടു സാൻസ്ക്രിറ്റ്? അറിയാത്ത ഏതോ ഒരു ഭാഷയിൽ ഞാൻ 2 ശ്ലോകം പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടി കൊണ്ടിട്ട് ഇവിടെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സാംസ്കൃതികമായിട്ടുള്ള ഒരു ബോധം നമ്മളിൽ കുത്തിവെക്കപ്പെട്ടത് കൊണ്ടാണ് സംസ്കൃതത്തിൽ 2 ശ്ലോകം പറയുമ്പോൾ നമ്മൾ വായും പൊളിച്ചിരിക്കുന്നത്. ഇതേ കാര്യം അസുര എന്നുള്ള സിനിമയിൽ ധനുഷ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദളിത് ക്യാരക്ടർ ചെയ്ത ധനുഷ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ നമുക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകും, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ടാക്സ് പിരിച്ച് അവർ നമ്മുടെ ഇത് കൊണ്ടുപോകും, നമുക്ക് നമ്മുടേതെന്ന് പറയാനും നമുക്ക് മുന്നോട്ട് പോകാനും എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ പഠിക്കണം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഈ അസുരൻ്റെ അവസാനം ഉണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഈ സംസ്കൃതത്തിൽ പറഞ്ഞത്. ബട്ട് വൈ ഈസ് ദ
higher value being given to this language which has been dead for so many centuries. യാതൊരു വിധത്തിലെ ഉപയോഗവും മനുഷ്യനില്ലാത്ത റിച്വലിന് വേണ്ടി മാത്രം ആ റിച്വലിലൂടെ ആൾക്കാരെ ഈ ശ്രേണിബദ്ധമായിട്ടുള്ള ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റത്തിൽ വീണ്ടും വീണ്ടും പിടിച്ചിടുന്ന ഒരു ലാംഗ്വേജിനെയും ഒരു സിസ്റ്റത്തിനെയും വീണ്ടും വീണ്ടും പോറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ പോളിസിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ NEP വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ NEPയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓരോരോ ഇതിൻ്റെ പോളിസി ഡോക്യുമെൻ്റ് ആണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഓൺ ദ വൺ ഹാൻഡ് യു ഹാവ് എ ഹെവി സാൻസ്ക്രിറ്റൈസേഷൻ ഡ്രൈവ്. എന്നിട്ട് ഈ സംസ്കൃത പാരമ്പര്യമാണ് ഇന്ത്യൻ പാരമ്പര്യം എന്നും, എന്നാൽ സംസ്കൃതത്തിൽ തന്നെയുള്ള കൗണ്ടർ നാരറ്റീവുകളെ പോലും നോക്കാത്ത രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ മോണിറ്റൈസ് ചെയ്യാവോ, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്യാപിറ്റലിസവുമായിട്ട് കൂട്ടിക്കെട്ടാവോ, ആ ഒരു രീതിയിൽ നിലനിൽക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വാർത്തെടുക്കാനുള്ള ശ്രമം നമുക്ക് വളരെ കൃത്യമായിട്ട് NEP 2020 കാണും. ഇത് വളരെ കഷ്ടമാണ്. നമ്മൾ ആരും, അല്ലെങ്കിൽ നമ്മളിൽ വളരെ കുറച്ച് മനുഷ്യർ മാത്രം ഇതിനെതിരെ ക്രിട്ടീക്ക് ചെയ്യുന്നത്. ഇതിൽ വളരെ കഷ്ടമാണ്. ഇവിടെ ആക്ച്വലി ഇതിൽ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും പാരൻസും ആയിരിക്കണം. പക്ഷേ ഈ പുതിയൊരു സിസ്റ്റം വന്ന ഇവരെല്ലാവരും അന്താളിച്ചിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ കോളേജുകളിലൊക്കെ വരുന്ന കുട്ടികളുണ്ട്, ഇവർക്ക് NEP എന്താണെന്നോ 4 ഇയർ പ്രോഗ്രാം എന്താണെന്നോ പഠിച്ചു വരുന്ന വളരെ ചെറിയൊരു സെറ്റ് ഓഫ് കുട്ടികളെ കാണുള്ളൂ. എന്നാൽ കൂടുതൽ കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അങ്ങനെ പെട്ടെന്ന് ഇമ്പോസ് ചെയ്യപ്പെട്ട പെട്ടെന്ന് മാത്രമേ ഇവർക്ക് ചെയ്യാനും പറ്റുള്ളൂ. കൂടുതൽ ഡിസ്കഷൻ വന്നാൽ അത് പ്രശ്നമാണെന്ന് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആ ഇമ്പോസിഷൻ ഹാസ് ഓൾറെഡി ഹാപ്പൻ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഇതിനെ ക്രിട്ടീക്ക് ചെയ്ത് ജ്ഞാനോൽപാദനത്തിൽ ദളിതന്റെ പങ്കും ബഹുജന്റെ പങ്കും മൂൽനിവാസിയുടെ പങ്കും വംശജരുടെ പങ്കും വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു കരിക്കുലം വേണമെന്ന് വാദിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ആ വാദം പക്ഷേ ആ കൗണ്ടർ നാരറ്റീവ് നമ്മൾ സൃഷ്ടിക്കണം. ആ ഒരു പ്രഷർ ചെലുത്താൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വാസം. അങ്ങനെ നമുക്ക് ഈ NEP കൃത്യമായിട്ട് ക്രിട്ടീക്ക് ചെയ്യാനും കൗണ്ടർ നാരറ്റീവുകൾ സൃഷ്ടിക്കാനും സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ.